എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 4 വേൾഡ് ഒബീസിറ്റി ഡേ. അപ്പോൾ ഒബീസിറ്റി അഥവാ അമിതവണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുൻപന്തിയിലാണ് അമിതവണ്ണം എന്നുള്ള പ്രശ്നം. അതുമൂലമുള്ള പ്രശ്നങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ വർദ്ധിക്കുക, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസേഴ്സ് അല്ലേ, അങ്ങനെ നീണ്ട നിരയുണ്ട്. ഇതുകൂടാതെ കോസ്മെറ്റിക് അഥവാ നമ്മുടെ ബോഡി ഷെയ്മിംഗ് ഉള്ള പ്രശ്നവും വേറൊരു സെല്ലിൽ ഉള്ളതാണ് സമൂഹത്തിൽ. അപ്പോൾ ഈ വർഷത്തെ ഒബീസിറ്റി ഡേയുടെ തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് സിസ്റ്റം ഹെൽത്തിയർ ലൈഫ്. അതായത് ഒബീസിറ്റി എന്ന് പറഞ്ഞ പ്രശ്നം ഒരു വ്യക്തിയുടെ മാത്രം കൊണ്ട് കുഴപ്പമാവണമെന്നില്ല. അപ്പോൾ ഒരു അന്തരംഗമായ മാറ്റം സമൂഹത്തിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഫുഡ്, ലൈഫ് സ്റ്റൈൽ, ഇതിലെല്ലാം ഒരു മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഒബീസിറ്റി എന്ന് പറഞ്ഞ പ്രശ്നത്തിന് നമുക്ക് ഒരു തടയിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് മൂലം ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു ഒബീസിറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചും 10 പേരെ നിയമിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെന്നിന്ത്യൻ താരങ്ങളായ ശ്രീ മോഹൻലാൽ, മാധവൻ എന്ന് പറയുന്ന ആക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൂടുതൽ ജനങ്ങൾ ഇതേക്കുറിച്ച് അറിയുവാനും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു ട്വീറ്റും ചെയ്തത്. അതിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ലോവർ എഡിബിൾ ഓയിൽ കൺസംഷൻ, എണ്ണകളുടെ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കൊഴുപ്പിൻ്റെ മാത്രമല്ല, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളായ അരി, ഗോതമ്പ്, റവ, മൈദ, സേമിയ, നമ്മുടെ മെയിൻ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കുക. എന്നാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളായ അമിതവണ്ണവും അതിൻ്റെ അനുബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുള്ളൂ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.